friends, welcome back to Oziashan Vlogs. സോ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നാരങ്ങ എന്ന് പറഞ്ഞ അബോറിജിനൽ കൾച്ചറൽ സെൻറ്ററിലാണ്. സോ ഇത് ജിലോങ് നിന്ന് ഒരു 3 കിലോമീറ്റേഴ്സ് ഉണ്ട് ഈ കൾച്ചറൽ സെൻറ്ററിലേക്ക്. ഈ കമ്മ്യൂണിറ്റി സെൻറ്ററിൽ അവർ നമുക്കൊരു ആനിമൽസിനായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാങ്കാരൂസ് ഉണ്ട്, വാലിബീസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റു പല എമ്മു ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെല്ലാം നമുക്ക് ആക്ച്വലി കങ്കാരൂസ് വൈൽഡ് ആനിമൽസ് ആണ്. പൊതുവേ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ കങ്കാരു ലൈക്ക് ഇവരൊരു ഫാമിലി, ഒരു ഗ്രൂപ്പായിട്ടാണ് ജീവിക്കുന്നത്. നമ്മളിപ്പോൾ വെഹിക്കിളിൻ്റെ സൗണ്ട് കേട്ടാലോ അല്ലെങ്കിൽ അവർ ചാടി രക്ഷപ്പെടുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് കാട്ടിലേക്ക് ഒളിച്ചിരിക്കാനൊക്കെ ട്രൈ ചെയ്യും. ഓസ്ട്രേലിയയിൽ ഏകദേശം ഒരു 34.3 മില്യൺ കാങ്കറൂസ് ഉണ്ട്. ലൈക്ക് ഇവിടുത്തെ പോപ്പുലേഷനേക്കാൾ എത്രയോ ഇരട്ടിയാണത്. സോ കങ്കാരു എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ എന്താ പറയുക ഒരു ഐഡൻറ്റിറ്റിയാണ്. ലൈക്ക് കങ്കാരൂസ് ഇല്ലാതെ ഓസ്ട്രേലിയ ഇല്ല. ലൈക്ക് പിന്നെ പൊതുവേ നമ്മൾക്ക് വരുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മളെല്ലാവരും കങ്കാരു എന്നാണ് പറയുന്നത്. ആക്ച്വലി ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഈസ് കാങ്കറൂസ് എന്നാണ്. സോ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം എമുവിനെ പരിചയപ്പെടാം. സോ എമു ഭയങ്കര ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഓ സി, നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു. എമു ഓസ്ട്രേലിയയിൽ നിന്നാണ് എമു ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് എത്തിയത്. സോ ഓസ്ട്രേലിയയിൽ കാങ്കറു സ്പീഷീസിൽ 3 ടൈപ്പ് സ്പീഷീസാണുള്ളത്. ഏറ്റവും വലിയ സ്പീഷീസിനെ നമ്മൾ കാങ്കറു എന്ന് പറയും. ഈ ഇൻ്റർമീഡിയറ്റ് സൈസിലെ സ്പീഷീസിനെ നമ്മൾ വാലറൂസ് എന്ന് പറയും. ഏറ്റവും ചെറിയ സ്പീഷീസ് നമ്മൾ വാലബീസ് എന്ന് പറയും. ഈ കാങ്കരു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീളം കൂടിയ കാലുള്ള ജീവി എന്നാണ്. ഓസ്ട്രേലിയയുടെ എയർലൈൻസായ ക്വാൻഡാസ് എയർലൈൻസിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ എയർഫോഴ്സ് എല്ലാത്തിലും നമുക്ക് ഈ കാങ്കറൂസിൻ്റെ അതുപോലെ തന്നെ എമുയുടെയൊക്കെ ഒരു സിമ്പിൾ കാണാൻ പറ്റും. ലൈക്ക് ഇത് ഓസ്ട്രേലിയയുടെ ഒരു കൾച്ചറിൽ തന്നെ കാങ്കറൂസിനെ അവർ അത്ര സ്നേഹിക്കുന്നുണ്ട്. ഈ വാലബീസ് പൊതുവെ കുറച്ച് പേടിയുള്ളൊരു സ്പീഷീസാണ്. കാരണം അവർ ചിലപ്പോൾ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഓടിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ കാങ്കറൂസ് ആണെങ്കിൽ കുറച്ചുകൂടി നമ്മളായിട്ട് ഇടപെടണം. നമുക്ക് ആദ്യം വാലബീസിനെ പരിചയപ്പെടാം. സോ നിങ്ങൾക്ക് എൻ്റെ പിറകിൽ കാണാം, ഒരു സ്കൂളിൽ നിന്നും പിള്ളേരൊരു 1 ഡേ ബസ് ട്രിപ്പിന് വന്നതാണ്. സോ ഓസ്ട്രേലിയൻ അബോറിജിനൽ കൾച്ചർ പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ ഇപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ബൂമറാങ്, അതായത് ഈ ഓപ്പറേഷൻസിൻ്റെ ഒരു ആയുധമായിരുന്നു ബൂമറാങ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് അവരെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കാഴ്ചയാണ്. നിങ്ങൾക്കത് കാണാം. So let us move on to the most astonishing guest of this cultural center, the kangaroos. Come on guys. Kangaroos ഇവിടെ റെസ്റ്റ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. നമുക്ക് kangaroosനെ ഫീഡ് ചെയ്യാം.
ഫീസ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതിന് ഏകദേശം ഒരു കപ്പിന് $3 ആണ്. സോ നിങ്ങൾ പിള്ളേരായിട്ട് വരികയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം പിള്ളേർക്ക് കാങ്കാരൂസിന് അടുത്തറിയാനും, യൂഷ്വലി കങ്കാരൂസ് ഇങ്ങനെ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യാറില്ല. പക്ഷേ ഇത് നമ്മൾ ഇവിടെ ഇവരെ വളർത്തിയ കങ്കാരൂസ് ആയതുകൊണ്ടാണ് ഹ്യൂമൻസോട് ഇത്രയും ഇൻട്രാക്ഷൻ വരുന്നത്. നിങ്ങൾക്ക് കാണാൻ കങ്കാരൂസ് എന്ത് ഫ്രണ്ട്ലി ആണെന്ന്. നമുക്ക് കങ്കാരൂസിൻ്റെ കൂടെ കളിക്കാം, കിടക്കാം, കങ്കാരൂസിനെ നമുക്ക് കെട്ടിപ്പിടിക്കാം. ഈ കങ്കാരു ഭയങ്കര മടിയനാണ്. അവന് ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീക്കാൻ തന്നെ അവന് മടിയാണ്. ബട്ട് ഇവൻ കൊള്ളാം. കങ്കാരൂസിന് ചെവി നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ ലോങ് ഇയേഴ്സാണ് കങ്കാരൂസിനില്ല. പിന്നെ ഇതാണ് കങ്കാരുവിൻ്റെ കാല്. നിങ്ങൾ ശ്രദ്ധിക്കാം എത്രത്തോളം ലെങ്ത് ഉണ്ട് കങ്കാരൂസിൻ്റെ കാലിന്. പൊതുവേ വാലിലും കാലിലൊക്കെ അവർ സെൻസിറ്റീവാണ്. അപ്പോൾ ചിലപ്പോൾ അവർ ചവിട്ടാനുള്ളൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കങ്കാരു ഇഷ്ടം ആക്ച്വലി കങ്കാരുയുടെ കഴുത്തിൽ തലോടുന്നതും ബാക്കിൽ തലോടുന്ന കങ്കാരു ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു kangaroo ബേബിയാണ്, ലൈക്ക് 6 months old ആണ്. How did you get this kangaroo baby? Mom died, so it's a rescue. സോ ആക്ച്വലി ഈ കങ്കാരുയുടെ അമ്മ മരിച്ചുപോയി. സോ ഇതിനെ റെസ്ക്യൂ ആയിട്ട് അവർ കിട്ടിയതാണ്. സോ ജസ്റ്റ് നോക്കുക, ഹൗ ലൈക്ക് ഒരു ചെറിയ കുട്ടിയെ നോക്കുന്ന പോലെയാണ് അവർ കങ്കാരുവിനെ നോക്കുന്നത്. സോ ക്യൂട്ട് ആൻഡ് സോ ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഗൈസ്. Hello, I'm Yolanda from Narana Cultural Centre. Please like, subscribe and comment. Thank you.